അവർ ആ ഹെൽത്ത് കമ്മീഷൻ അനൗൺസ് ചെയ്യുമ്പോൾ അവർ സന്തോഷം കണ്ട ഒരു മുഖ്യമന്ത്രി സമരം ചെയ്യുന്നത് ഇത്ര വലിയ തെറ്റാണോ? കർണാടകയിലെ സ്ട്രൈക്ക് കാൾ ഓഫ് ചെയ്യാൻ ചെയ്തത്. സമരം ചെയ്യുന്നവരെ വിളിച്ച് സംസാരിച്ച് ആ സ്ട്രൈക്ക് കാൾ ഓഫ് ചെയ്തിട്ടാണ് 10,000 rupees ആനുകൂല്യം കൊടുത്തത്. സമരം ചെയ്യുന്നത് ഇത്ര വലിയൊരു പാതകമാണ്. ഒരു ഇത് പ്രസ്റ്റീജാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവരെ വിളിച്ച് ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കാവുന്നതല്ലേ? എന്തിനാ ഇത്ര പ്രസ്റ്റീജാക്കണത്? ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അവരെ അപമാനിക്കുന്നത് എന്തിനാണ്? ഈ മന്ത്രിമാരും നേതാക്കളും കൂടി ഈ പാവങ്ങളെ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത്? ഞങ്ങൾ മറുപടി പറഞ്ഞല്ലോ, ഞാൻ മറുപടി പറഞ്ഞല്ലോ. അവിടെ നടക്കുന്ന സമരത്തിനല്ലേ ഞങ്ങൾ, രാഹുലല്ലേ, ഞങ്ങളല്ലേ നിയോഗിച്ച് രാഹുലിനെ. ഒരു സമരത്തെ അനുകൂലിച്ചതിൻ്റെ പേരിൽ, ന്യായമായ സമരത്തെ അനുകൂലിച്ചതിൻ്റെ പേരിൽ SUC എന്നല്ല എന്ത് പറഞ്ഞാലും ആ സമരമായിട്ട് മുന്നോട്ട് പോകും, സമരത്തിന് ഐക്യദാർഢ്യമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ SUC എന്താ നിരോധിച്ചേക്കുന്ന പാർട്ടി വല്ലതാണ് ഇന്ത്യയിൽ? ആണെന്നേ, അവർക്ക് പുച്ഛമാണെന്ന് എല്ലാവരെയും. അവർ തൊഴിലാളി പാർട്ടിയല്ല, ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ച രീതിയിലാണ് ഒരു സമരത്തിനോട് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, KSRTCയിൽ ഞങ്ങൾ സമരം ചെയ്യും, ശമ്പളം മര്യാദയ്ക്ക് കൊടുക്കാത്തതിന് ഡൈസോൺ ഏർപ്പെടുത്തി. ഓക്കെ, അടുത്തത് എന്താണ് ഉത്തരവ്? അവരുടെ ശമ്പളം എഴുതണ്ടെന്ന്. സമരം ചെയ്തതിന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആണോ തീവ്ര വലതുപക്ഷ ഗവൺമെൻറ് ആണോ? എന്ത് കമ്മ്യൂണിസമാണിത്? ഈ പാവപ്പെട്ടവരോട് ഇങ്ങനെ സമരം ചെയ്യുന്നവരുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ്. ഇന്നലെയൊക്കെ പറഞ്ഞതെന്താ? ഒരു CPM നേതാവും പറഞ്ഞില്ലല്ലോ അത് തെറ്റാണെന്ന്. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാൾ പറഞ്ഞാൽ ഞങ്ങൾ അയാൾക്കെതിരെ നടപടിയെടുക്കുമല്ലോ, സ്ത്രീകളെ ഇതുപോലെ അവമാനിച്ചുകൊണ്ട് സംസാരിച്ച. ഈ വനിതാ മന്ത്രിയല്ലേ, അവരൊരു വാക്ക് പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന്. എന്തൊരു അധിക്ഷേപമാണ് ആ സ്ത്രീകളോട്, പാവങ്ങളോട് ചെയ്യുന്നത്. ആ പാവങ്കിലും ഉണ്ടല്ലോ. ഞങ്ങളത് സ്റ്റഡി ചെയ്യാണ്, ഞങ്ങളത് പഠിക്കുകയാണ്. ഒന്ന്, ഇപ്പോഴത്തെ വയനാട് ദുരന്തത്തിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ എന്ത് സമീപനം എടുക്കണമെന്ന് ഞങ്ങൾ സ്വീകരിക്കും. ശരി.